വൈറൽ ഫിഷ് ഫ്രൈ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് അയല ഫിഷാണ്. പിന്നെ കറിവേപ്പില, വെള്ളത്തിൽ കുതിർത്തെടുത്ത വാളംപുളി, പിന്നെ ക്രഷ് ചെയ്ത ഒരു 4 പീസ് ഗാർലിക്കും ചെറിയൊരു പീസ് ഒണിയനും. അതിനുശേഷം നമ്മൾ സ്റ്റൗ ഓണാക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിക്കുക. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ക്രഷ് ചെയ്ത് വെച്ച ഗാർലിക്കിൻ്റെയും ഉള്ളിൻ്റെയും പേസ്റ്റ് ഇട്ടിട്ട് പിന്നെ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇതൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കുക. ഈ സമയത്ത് തന്നെ നമുക്ക് ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ. ഞാൻ ഈ സമയത്ത് മറന്നുപോയി. എന്നിട്ട് ഇത് ഒക്കെ കൂടെ നമ്മളൊന്ന് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊരു 1 മിനിറ്റ് നമുക്കിത് ചൂടാക്കാൻ വെക്കാം. ഒരു 1 മിനിറ്റിന് ശേഷം ഇത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച വാളംപുളിയുടെ വെള്ളമാണ്. ഇത് കൂടുതൽ പുളി ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഞാൻ ഇത്രേ ചേർത്തിട്ടുള്ളൂ. പക്ഷേ ഈ പുളി കൂടുതൽ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഇത് ഒന്നുകൂടെ ഒന്ന് ബോയിലാക്കാൻ വെക്കുക. ഒന്ന് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. കറിവേപ്പില നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് നൽകുന്നത്. പിന്നെ അതിന് ശേഷം നമ്മുടെ ഫിഷ്, ഞാനിവിടെ എടുത്തിരിക്കുന്ന അയലയാണ്. 3 അയലയും ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒരു 1 സൈഡ് വേവാൻ വേണ്ടിയിട്ട് ഞാനൊരു 4 മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ ഞാൻ ഉപ്പ് ആഡ് ചെയ്യാൻ മറന്നുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ടിത് അടച്ച് വെച്ച് നമുക്ക് ഒരു സൈഡ് വേവിക്കാം. 4 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അപ്പുറത്തെ വശവും ഒരു 4 മിനിറ്റ് വേവിച്ചെടുക്കുക. അടച്ച് വെച്ചിട്ട് തന്നെ വേവിക്കുന്നതായിരിക്കും നല്ലത്. ഒരു 4 മിനിറ്റിന് ശേഷം എനിക്കിത് പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു മസാല തന്നെ മതി അടിപൊളിയായിട്ട് ചോറുണ്ണാൻ. എന്തായാലും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബൈ.